ഹായ് ഓൾ, ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ സിലബസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്താണ് എന്ന് നിങ്ങൾക്ക് ഒരു ധാരണ ഉണ്ടാവാനാണ്. ഇത് ഒരു പൊതുവായിട്ടുള്ള സിലബസ് ആണ്. ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിലബസിൽ എന്തൊക്കെ കണ്ടന്റുകളാണ് ഉള്ളതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഫിസിക്സ് 20 മാർക്കിനുണ്ടാവും. അതിനുശേഷം കെമിസ്ട്രി 20 മാർക്കിനുണ്ടാവും. ബയോളജിയിൽ വരുന്ന ബോട്ടണിയും സുവോളജിയും 10 മാർക്കിന് വീതം ഉണ്ടാവും. അങ്ങനെ അതും 20 മാർക്കിന്റെ വെയിറ്റേജ് ഉണ്ട്. ഇനി മാത്തമാറ്റിക്സ് 20 മാർക്കിന്. ഇനിയും അത് കൂടാതെ ബേസിക്സ് ഓഫ് ഡയറി സയൻസിന് 20 മാർക്ക്. അങ്ങനെ മൊത്തം 100 മാർക്കാണ് ഇതിൽ വരുന്നത്. അങ്ങനെ ഒരു സിലബസ് ആണ് പൊതുവെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിലബസിൽ മാറ്റങ്ങളൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് ഡയറി സയൻസിലേക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ട് ഡയറി ഡെവലപ്മെന്റ് ആൻഡ് കോപ്പറേറ്റീവ് സിസ്റ്റം, അതിന് 2 മാർക്ക് പറയുന്നുണ്ട്. മിൽക്ക് പ്രൊഡക്ഷൻ 5 മാർക്ക് പറയുന്നുണ്ട്. മിൽക്ക് പ്രോസസ്സിംഗ് ആൻഡ് പ്രിസർവേഷൻ അതിന് 5 മാർക്ക് പറയുന്നുണ്ട്. ഡയറി പ്രോഡക്ട്സ് ആൻഡ് ടെക്നോളജി 4 മാർക്ക് പറയുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോൾ ആൻഡ് സേഫ്റ്റി ഇൻ ഡയറി ഇൻഡസ്ട്രി പറയുന്നുണ്ട്, അതിന് 4 മാർക്ക് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു മേഖല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊരു റാങ്ക് മേക്കിങ്ങിൽ ചലഞ്ചുകളുള്ള അല്ലെങ്കിൽ റാങ്ക് മേക്ക് ചെയ്യാൻ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു മേഖലയാണ് ഇവിടെ ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്സിലേക്ക് എത്തുമ്പോൾ 20 മാർക്കാണ് വരുന്നത്. സെറ്റ്സ്, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ഡിഫറൻറ്റബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റി, പ്രോബബിലിറ്റി, ബൈനോമിയൽ തിയറം, സ്വീക്വൻസസ് ആൻഡ് സീരീസ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻസ്, ഇത്രയുമാണ് മാത്സിൽ വരുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് വെയിറ്റേജ് കൂടുതലുള്ള മേഖലകൾ ഓരോ നോക്കുക, അതിന് കൂടുതൽ ഫോക്കസ് കൊടുത്ത് നമ്മൾ പഠനം കൊണ്ടുപോവുക. അടുത്ത് ഇനിയും ബയോളജിയുടെ ഒരു കോമൺ ഏരിയയിലേക്കാണ് വരുന്നത്. അവിടെ ബോട്ടണിയും സുവോളജിയുമാണ് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത് ഹ്യൂമൻ ഫിസിയോളജിയാണ്. ബാക്കി എല്ലാ മേഖലയ്ക്കും ഏറെക്കുറെ സിമിലർ വെയിറ്റേജ് ആണ്. ദെൻ ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷന് 2 മാർക്ക് കൂടിയുണ്ട്. അതായത് 10 മാർക്കിൽ ഹ്യൂമൻ ഫിസിയോളജിയും ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷനും കൂടി 5 മാർക്ക് അവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ വെയിറ്റേജ് കൊടുക്കുക. ബാക്കി എല്ലാ സാധനങ്ങൾക്കും എന്താണ് ഒരേ വെയിറ്റേജ് തന്നെയാണ് പറയുന്നത്. റീപ്രൊഡക്ഷൻ 1 മാർക്ക്, ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ 1 മാർക്ക്, എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് 1 മാർക്ക്, ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് 1 മാർക്ക്, സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ 1 മാർക്ക്. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഇനി ബോട്ടറിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് റീപ്രൊഡക്ഷന് 2 മാർക്കുണ്ട്, ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ 2 മാർക്കുണ്ട്. ഇത് കൂടാതെ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് 1 മാർക്ക്, ഡൈവേഴ്സിറ്റി ഇൻ ലിവിംഗ് വേൾഡ് 1 മാർക്ക്, സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ പ്ലാന്റ്സ് അത് 1 മാർക്ക്. ഇനിയും സെൽ സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻ 1 മാർക്ക്, പ്ലാന്റ് ഫിസിയോളജി 2 മാർക്ക്. ഇങ്ങനെയാണ് ഇവിടുത്തെ മാർക്കിന്റെ വെയിറ്റേജ് കിടക്കുന്നത്. ഇനി കെമിസ്ട്രിയിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ നോക്കുന്നത് 20 മാർക്കാണ്. അവിടെ ഏറെക്കുറെ മാർക്കുകളുടെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ സിമിലർ ആണ്. എന്നാൽ ചില മേഖലയിൽ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ തന്നെ ബയോമോളിക്യൂൾസിന് 4 മാർക്ക്. അതിനാണ് ഏറ്റവും കൂടുതൽ കെമിസ്ട്രിയിൽ വെയിറ്റേജ് വരുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. അതിനുശേഷം ആൽക്കഹോൾ ആൻഡ് ഫിനോൾസ് ആണ്, ഇതിന് 3 മാർക്കാണ്. അങ്ങനെ ഈ 2 പോയിന്റും കൂടി തന്നെ ഏതാണ്ട് 7 മാർക്ക് പോകുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനിയും നമുക്ക് 2 മാർക്കിന്റെ വെയിറ്റേജ് നോക്കാം. സൊല്യൂഷൻസ്, കെമിക്കൽ കൈനറ്റിക്സ്, ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോസിലിക് ആസിഡ്, ഈ പറയുന്ന പോയിന്റുകൾക്കൊക്കെ 2 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കെമിസ്ട്രിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി അതുകൂടാതെ ഇക്വിലിബ്രിയം 2 മാർക്കുണ്ട് വെയിറ്റേജ്. ഓർഗാനിക് കെമിസ്ട്രിക്കും ഇതേപോലെ തന്നെ 2 മാർക്കാണ് ഇവിടെ വെയിറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി 1 മാർക്കിന്റെ പോയിന്റുകൾ നോക്കാം. സ്ട്രക്ചറൽ ആറ്റം, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ, തെർമോഡൈനാമിക്സ്, ഇവയ്ക്കൊക്കെ ഓരോ മാർക്ക് മാത്രമേ ഇവിടെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും ഫിസിക്സിലേക്ക് എത്തുമ്പോൾ അവിടെയും 20 മാർക്കാണ്. ഫിസിക്സിൽ എല്ലാ പോയിന്റുകൾക്കും 1 മാർക്കാണ് എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാത്തിനും ഒരേ വെയിറ്റേജ് നൽകി തന്നെ നമ്മൾ പഠിക്കുക. ഈ കാണുന്ന ടോപ്പിക്കുകൾക്കൊക്കെ ഒരേ മാർക്ക് തന്നെയാണ്. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്, മോഷൻ ഇൻ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ പ്ലെയിൻ, ലോ ഓഫ് മോഷൻ, വർക്ക്, എനർജി ആൻഡ് പവർ, മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ്, heat and thermodynamic, oscillations, electrical charge and fields, electric potential and capacitance, current, electricity, magnetic effect of current and magnetism, electromagnetic induction, alternating current and generator, ray optics and wave options, dual nature of matter and radiation, atomic nuclei, semiconductors. ഇത്രയും മേഖലയിൽ നിന്നാണ് പ്രധാനമായിട്ടും ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഒരു വലിയ ഏരിയ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ ഏരിയ നമുക്ക് ചെറിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ കഴിയില്ല എന്ന് ആദ്യം തന്നെ നമുക്കൊരു ബോധം വേണം. നിലവിൽ PSCയുടെ എക്സാം പാറ്റേൺ അത്തരത്തിലാണ് പോകുന്നത്. നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എക്സാമിനേഷനും റാങ്ക് ലിസ്റ്റും വരുന്ന രീതിയിലൊക്കെ തന്നെയാണ് ഇപ്പോൾ PSC വളരെ വേഗം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ഒരു വേസ്റ്റായ സിലബസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പഠിച്ചു തീർക്കാൻ ഒക്കത്തില്ല. ഇവിടെ നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസ് എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അവസാനത്തെ എക്സാമിനേഷൻ നടന്നത് 2022 അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. DOE
COE വരുന്നത് 5/12/2024 അതുകൊണ്ട് തന്നെ കറക്റ്റ് 3 വർഷം കഴിയുമ്പോൾ ഈ ഒരു പുതിയ റാങ്ക് ലിസ്റ്റ് ഇവിടേക്ക് വരും. അന്ന് എക്സാമിനേഷന് കട്ട് ഓഫ് മാർക്ക് 63 വന്നിട്ടുണ്ട്. അന്ന് മാക്സിമം മാർക്കായിട്ട് 86 ആയിട്ടും വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു 86-അടുത്തുള്ള മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ, മുൻ വർഷത്തെ പരീക്ഷയ്ക്ക് സമാനമാണെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്ക് ഉണ്ടെങ്കിലേ ജോലി കിട്ടുകയുള്ളൂ. അന്ന് അഡ്വൈസ് പോയത് 60 പേർക്ക് മാത്രമായിരുന്നു. അന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് 247 പേരുമായിരുന്നു. അപ്പോൾ ഈ ഒരു ധാരണയിൽ പഠിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങണം. അതിന് ഏണസ് അക്കാഡമിയിൽ ഇതിന്റെ കോഴ്സുകൾ അവൈലബിൾ ആണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് കോഴ്സിന് ജോയിൻ ചെയ്ത് തയ്യാറെടുക്കുക. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്യുന്നതിനും കോഴ്സിന്റെ വിശദവിവരങ്ങൾ അറിയുന്നതിനും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.